അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്, അതിലെ രണ്ടാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അദ്ദറസു സാനി, രണ്ടാമത്തെ പാഠം. നിയമർ റജുൽ. ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം. നബീൽ, ഇവിടെ വരൂ. വിളി കേട്ട അവൻ ഉസ്താദിന്റെ അടുത്തേക്ക് ചെന്നു. അവന്റെ നീണ്ട തലമുടിയിലേക്ക് നോക്കി ഉസ്താദ് ചോദിച്ചു, മുടി മുറിക്കാറായിട്ടുണ്ടല്ലോ. അവൻ കീഴ്പോട്ട് നോക്കി നിന്നു. ഒന്നും പറഞ്ഞില്ല. മോനെ, നാളെ മുടി മുറിച്ച് വൃത്തിയായി വരണം, ഉസ്താദ് ഉപദേശിച്ചു. ബെല്ലടിച്ചു. കുട്ടികളെല്ലാം ക്ലാസ്സിൽ ഒരുമിച്ചു കൂടി. ഹാജരെടുത്ത ശേഷം ഉസ്താദ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം പറഞ്ഞു, ഹുറൈമുൽ അസദി എത്ര നല്ല മനുഷ്യനാണ്. നീണ്ട മുടിയും ഞെരിയാണിക്ക് താഴെ ഇറങ്ങിയ വസ്ത്രവും ഇല്ലെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അദ്ദേഹം അറിഞ്ഞു. ഉടനെ മുടി മുറിച്ചു. വസ്ത്രം കണങ്കാലിന്റെ മധ്യത്തിലേക്ക് ഉയർത്തി ഉടുത്തു. അല്ലാഹു തആല മനുഷ്യനെ ഏറ്റവും നല്ല രൂപത്തിലാണ് സൃഷ്ടിച്ചത്. നാം അത് വികൃതമാക്കരുത്. മനസ്സും ശരീരവും ശുചിയായി കാത്തു സൂക്ഷിക്കണം. ശരീരം, വസ്ത്രം, വീട്, വിദ്യാലയം, പരിസരം തുടങ്ങിയവ ശുചീകരിക്കണം. ശുദ്ധി ഈമാനിന്റെ പാതിയാണ്. തെറ്റായ അനുകരണം നമ്മെ ദുഷിപ്പിക്കുന്നു. അല്ലാഹു തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൽപ്പിച്ചതുപോലെയായിരിക്കണം നമ്മുടെ വേഷവിധാനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അല്ലാഹു തആല ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനാണ്. താഴെ പറയുന്ന ശുചിത്വ ശീലങ്ങൾ പാലിച്ച് നമുക്ക് അല്ലാഹു തആലയുടെ തൃപ്തി നേടാം. ഇനി ആ ശുചിത്വ ശീലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നോക്കൂ. വൃത്തിയും ശുദ്ധിയുമുള്ള മാന്യമായ വസ്ത്രം ധരിക്കുക. ആൺകുട്ടികൾ തലമുടി ചെറുതായി മുറിച്ചൊതുക്കുക. മുടിയിൽ ഒന്നിടവിട്ട ദിനങ്ങളിൽ എണ്ണ പുരട്ടുക. മുടി ചീകി വെക്കുക. കൈകാലുകളിലെ നഖങ്ങൾ കൃത്യമായി മുറിക്കുക. ശരീരത്തിലെ അഴുക്ക് കഴുകിക്കളയുക. നിത്യവും ഇടയ്ക്കിടെ പല്ലു തേക്കുക. ദിവസവും കുളിക്കുക. സുഗന്ധം ഉപയോഗിക്കുക. ഇനി നോക്കൂ, ഈ പാഠത്തിന്റെ അവസാന ഭാഗത്തിൽ നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിൽ കൊടുത്തതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഇന്നല്ലാഹ നളീഫും യുഹിബ്ബുൻ നളാഫ. അതിന്റെ അർത്ഥം, അല്ലാഹു തആല വൃത്തിയുള്ളവനാണ്, വൃത്തിയെ അവൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ ആ അർത്ഥങ്ങളൊക്കെ നന്നായി പഠിക്കണം. ഇനി നമുക്ക് അതിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം, വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഷൗറുൻ മുടി, ജമാലുൻ ഭംഗി, സൗബുൻ വസ്ത്രം, കഅബുൻ ഞെരിയാണി, ഇൻസാനുൻ മനുഷ്യൻ, ദുഹ്നുൻ എണ്ണ, തഖ്ലീദുൻ അനുകരണം, ളുഫ്റുൻ നഖം, ത്വയ്യിബുൻ നല്ലവൻ നല്ലത്, വസഹുൻ അഴുക്ക്, നളീഫുൻ വൃത്തിയുള്ളവൻ വൃത്തിയുള്ളത്, റുസുലുൻ കുളി, നളാഫത്തുൻ വൃത്തി, ഇത്തുറുൻ സുഗന്ധം, ജമീലുൻ ഭംഗിയുള്ളവൻ, അത്തുഹൂറു ശത്റുൽ ഈമാൻ ശുദ്ധി ഈമാനിന്റെ പകുതിയാണ്. അപ്പൊ ഈ പാഠത്തിൽ കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട വാക്കുകളുടെ അർത്ഥങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ള വാക്കുകളും അതിന്റെ അർത്ഥങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഏതാണ് നമുക്ക് ചോദിക്കാന്ന് നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും പഠിക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ മാക്സിമം എല്ലാ ഭാഗവും കൃത്യമായിട്ട് പഠിക്കുക. ഇനി നമുക്ക് അതിലെ രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. നൊഇദു അസ്ഇലതൻ മഅൽ അജ്വിബ. അതായത് നമ്മൾ ഈ പാഠത്തിൽ നിന്ന് 10 ചോദ്യങ്ങൾ കണ്ടെത്തി അവയുടെ ഉത്തരം എഴുതാനുള്ളതാണ്. അപ്പൊ നമ്മൾ തന്നെയാണ് അതിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും കണ്ടെത്തേണ്ടത്. നമുക്ക് ആ പ്രവർത്തനം ഒന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, അല്ലാഹു തആല ഏറ്റവും നല്ല രൂപത്തിൽ സൃഷ്ടിച്ചു ആരെ? അതിന്റെ ഉത്തരം മനുഷ്യനെ. രണ്ടാമത്തെ ചോദ്യം, മനസ്സും ശരീരവും നാം എങ്ങനെ കാത്തു സൂക്ഷിക്കണം? അതിന്റെ ഉത്തരം, മനസ്സും ശരീരവും നാം ശുചിയായി കാത്തു സൂക്ഷിക്കണം. മൂന്നാമത്തെ ചോദ്യം, നീണ്ട മുടിയും
ഞെരിയാണിക്ക് താഴെ ഇറങ്ങിയ വസ്ത്രവും ഇല്ലെങ്കിൽ അയാൾ എത്ര നല്ല മനുഷ്യനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ആരെ കുറിച്ചായിരുന്നു? അതിന്റെ ഉത്തരം ഹുറൈമുൽ അസദി എന്നവരെ കുറിച്ച്. നാലാമത്തെ ചോദ്യം, നാം എവിടെയെല്ലാം ശുചീകരിക്കണം? അതിന്റെ ഉത്തരം ശരീരം, വസ്ത്രം, വീട്, വിദ്യാലയം, പരിസരം തുടങ്ങിയവ. അഞ്ചാമത്തെ ചോദ്യം, എന്താണ് നമ്മെ ദുഷിപ്പിക്കുന്നത്? അതിന്റെ ഉത്തരം തെറ്റായ അനുകരണം. ആറാമത്തെ ചോദ്യം, ശുദ്ധി എന്തിന്റെ പാതിയാണ്? അതിന്റെ ഉത്തരം ഈമാനിന്റെ. ഏഴാമത്തെ ചോദ്യം, നമ്മുടെ വേഷവിധാനങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം? ഉത്തരം അല്ലാഹു തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൽപ്പിച്ചതുപോലെയായിരിക്കണം. എട്ടാമത്തെ ചോദ്യം, നാം എങ്ങനെയുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത്? ഉത്തരം വൃത്തിയും ശുദ്ധിയുമുള്ള മാന്യമായ വസ്ത്രം. ഒമ്പതാമത്തെ ചോദ്യം, ഭംഗിയെ ഇഷ്ടപ്പെടും ആര്? ഉത്തരം അല്ലാഹു തആല. പത്താമത്തെ ചോദ്യം, കൈകാലുകൾ സൂക്ഷിക്കണം എങ്ങനെ? അതിന്റെ ഉത്തരം നഖങ്ങൾ കൃത്യമായി മുറിച്ച് വൃത്തിയായി കൈകാലുകൾ സൂക്ഷിക്കണം. ഇനി നോക്കൂ, തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം, നുതർജിമു ഇല ലുഗത്തിന, അതായത് മാതൃഭാഷയിലേക്ക് നമ്മൾ തർജിമ ചെയ്യാനുള്ളതാണ്. അതിലെ ഒന്നാമത്തത് നോക്കൂ, ഇന്നല്ലാഹ തയ്യിബുൻ യുഹിബ്ബു തയ്യിബ്. അതിന്റെ അർത്ഥം അല്ലാഹു തആല നല്ലവനാണ്, അവൻ നല്ലത് ഇഷ്ടപ്പെടുന്നു. അതിലെ രണ്ടാമത്തത് ഇന്നല്ലാഹ നളീഫുൻ യുഹിബ്ബുൻ നളാഫ. അതിന്റെ അർത്ഥം അല്ലാഹു തആല വൃത്തിയുള്ളവനാണ്, അവൻ വൃത്തിയെ ഇഷ്ടപ്പെടുന്നു. മൂന്നാമത്തത് ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അതിന്റെ അർത്ഥം അല്ലാഹു തആല ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം നുഗരിബ്. ഇവിടെ കൊടുത്തുള്ളത് നമ്മൾ അറബിയിലേക്ക് നമ്മൾ എഴുതാനുള്ളതാണ്. നോക്കൂ, അല്ലാഹു തആല വൃത്തിയുള്ളവനാണ്, വൃത്തിയെ അവൻ ഇഷ്ടപ്പെടുന്നു. അതിനെ നമ്മൾ അറബിയിലാക്കിയിട്ട് എഴുതണം. അതെങ്ങനെ നമുക്ക് എഴുതാം? ഇന്നല്ലാഹ നളീഫുൻ യുഹിബ്ബുൻ നളാഫ. അടുത്തത് നഖം. ഇതെല്ലാം ബാക്കി കൊടുത്തിരിക്കുന്നതൊക്കെ നമ്മൾ അതിന്റെ അറബി കണ്ടെത്തിയിട്ട് എഴുതാനുള്ളതാണ്. ഇതൊക്കെ നമുക്ക് നഖ്റഉ വനഫം എന്നുള്ള ഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട്. 2. നഖം. അതിന്റെ അറബി പദം ലുഫുറുൻ. 3. സുഗന്ധം. അതിന്റെ അറബി പദം ഇത്തുറുൻ. 4. ശുദ്ധി. അറബി പദം തഹൂറുൻ. 5. എണ്ണ. അറബി ദുഹ്നുൻ. 6. മുടി. അതിന്റെ അറബി പദം ഷൗറുൻ. ഇനി നോക്കൂ, തദ്രീബാത്തിലെ അഞ്ചാമത്തെ പ്രവർത്തനം തഹ്സീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. നാം ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട 15 നല്ല ശീലങ്ങൾ എഴുതുക, ക്ലാസ്സിൽ വായിക്കുക. അപ്പൊ നമുക്ക് ആ പ്രവർത്തനം ഒന്ന് നോക്കാം. 1. വൃത്തിയും ശുദ്ധിയുമുള്ള മാന്യമായ വസ്ത്രം ധരിക്കുക. 2. നിത്യവും ഇടയ്ക്കിടെ പല്ല് തേക്കുക. 3. ശരീരത്തിലെ അഴുക്ക് കഴുകിക്കളയുക. 4. ദിവസവും കുളിക്കുക. 5. കൈകാലുകളിലെ നഖം കൃത്യമായി മുറിക്കുക. 6. മുടിയിൽ ഒന്നിടവിട്ട ദിനങ്ങളിൽ എണ്ണ തേക്കുക. 7. മുടി ചീകി വെക്കുക. 8. ആൺകുട്ടികൾ തലമുടി ചെറുതായി മുറിച്ചൊതുക്കുക. 9. സുഗന്ധം ഉപയോഗിക്കുക. 10. ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ ചെരുപ്പ് ധരിക്കുക. 11. മലമൂത്ര വിസർജനത്തിന് ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക. 12. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശേഷവും ഇരു കൈകളും വായയും വൃത്തിയായി കഴുകുക. 13. ഇരുന്നു കൊണ്ട് ഭക്ഷിക്കുക. 14. സാവധാനം കഴിക്കുക. 15. ഉറങ്ങുന്നതിന് മുമ്പ് വുളൂഅ് ചെയ്യുക. അപ്പൊ ഇത്രയാണ് അതിന്റെ ഉത്തരമായിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്നതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.